കെ ജി മാർക്കോസ് സാറായിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചൊന്ന് പറയാം. മാർക്കോസ് ചേട്ടൻ വലിയ ഗായകനാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാ ക്രിസ്ത്യൻ ഡിവോഷനിലും പാടുന്നു, എല്ലാ മുസ്ലിം ഡിവോഷനിലും മുസ്ലിം ഭക്തിഗാനങ്ങളും എല്ലാം പാടുന്ന ഒരാളായിട്ടാണ് അന്ന് ഞാൻ ചെല്ലുമ്പോൾ തന്നെ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് മിക്കവാറും ഒരുവിധപ്പെട്ട ക്രിസ്ത്യൻ ഡിവോഷനിൽ പിന്നെ ഞാൻ കയറിയതോടുകൂടെ എനിക്ക് പാടാനുള്ള ഭാഗ്യമുണ്ട്. അദ്ദേഹം പാടി സീഡിലും കാസറ്റിലും ഒക്കെ പാടാൻ ഭാഗ്യമുണ്ട്. നല്ല വോയിസിൻ്റെ ഉടമയില്ലേ, നല്ല വോയിസ്. അതുപോലെ തന്നെ കെസ്റ്ററും ഞങ്ങൾ ഒരുമിച്ച് കയറിയതാണ്. കെസ്റ്ററിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഞാൻ മാർക്കോസിൻ്റെ പോലെ തന്നെ കെസ്റ്ററിൻ്റെ എല്ലാം ഹിറ്റാണ്. വീൽസംബിറം ഞാൻ പറഞ്ഞില്ലേ, ഒരുവിധപ്പെട്ട എല്ലാവരുടെയും എനിക്ക് അവരുടെ കൂടുതൽ പാടാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. മിൻമിനിയുടെ പാട്ടിന് ഭയങ്കര ജീവനാണ്. എന്താ പറയുക, പിന്നെ നല്ല ഗായകർ പിന്നാമ്പുറങ്ങളിൽ പോയവരും ഉണ്ട്, കുറേ മനുഷ്യർ ഒക്കെ ഉണ്ട്. എന്താ പറയുക, ഈ ഭയങ്കര കഴിവുണ്ടായിട്ടും പാടി കയറാൻ പറ്റാതെ ആയിത്തീർന്നവരാണ്. മിന്നിനൊക്കെ അങ്ങനെയാണല്ലോ. ചേച്ചിയുടെ പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സോങ്ങുകളാണ്. ഓരോ കാലഘട്ടത്തിലും ക്രിസ്മസ് ആഘോഷിച്ച ഒരാളാണല്ലോ. കുട്ടിയായിരുന്ന സമയത്ത്, കല്യാണത്തിന് ശേഷം, അതുപോലെ തന്നെ ഒരു ഗായികയായിരുന്ന സമയത്ത്, ജനപ്രതിനിധിയായ സമയത്ത് ഒരു ക്രിസ്മസ് ഓർമ്മ പങ്കുവയ്ക്കാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മളെ കുഞ്ഞു പ്രായത്തിലുള്ള ക്രിസ്മസ് എല്ലാവരുടെ മനസ്സിലും നമുക്ക്, എൻ്റെ ചിന്തകളിൽ നമ്മളുടെ ബാല്യമാണ് ഏറ്റവും സന്തോഷപ്രദമായ സമയം. നമുക്ക് കപടതകളില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് തുമ്പിയെയും കിളിയെയും ജീവജാലങ്ങളെയും എല്ലാത്തിനോടും. ഇപ്പം ഞാൻ ഓർക്കും, എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്ത് ഇപ്പോൾ റെൻറ്റിന് വന്നൊരു കുട്ടിയുണ്ട്. കുഞ്ഞു കുട്ടിയാണ്, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ വന്ന് നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലൊരു പട്ടി വളർത്തുന്നുണ്ട്. അപ്പം അത് ഈ കൊച്ചുങ്ങളെ കാണുമ്പോൾ നിന്ന് കുരയ്ക്കും. അപ്പം ഈ കുഞ്ഞ് അപ്പുറത്തെ സൈഡിൽ വന്നെന്ന് വെച്ചും ഇതിനോട് ഒത്തിരി സംസാരിക്കും, ഒത്തിരി പുരാണം പറയും. അച്ചി നീ എന്തിനാ കുരയ്ക്കുന്നത്, എന്നോട് സംസാരിക്കുകയാണില്ലേ എന്നൊക്കെ പറയും. നിനക്ക് സുഖമല്ലേ എന്നൊക്കെ പറയും, കുഞ്ഞു കുട്ടിയല്ലേ. അപ്പം അവൾ അങ്ങനെ പറയുമ്പോൾ ഞാനൊക്കെ നമ്മുടെ ബാല്യമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ബാല്യത്തിലുള്ളതാണ് നമുക്ക് മറക്കാൻ പറ്റാത്തത് എന്തും. അപ്പോൾ എൻ്റെ ക്രിസ്മസ് കാലം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നിറഞ്ഞ കാലമായിരുന്നു. 4 വയസ്സ് മുതൽ ഞാൻ പള്ളിയിലെ കൊയറിലുണ്ട്, കുഞ്ഞായിട്ടുണ്ട്. എന്നെ എടുത്തുകൊണ്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് ചേട്ടന്മാർ. എൻ്റെ ബ്രദറും പള്ളി പാടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വരികളൊക്കെ ഒന്നും ക്രിസ്മസ് പാട്ടുകളോ അല്ലെങ്കിൽ പള്ളി പാടിൻ്റെ പാട്ടുകളോ കാണാപ്പാടെ അറിയില്ലല്ലോ. അന്ന് കുഞ്ഞായത് കൊണ്ടൊക്കെ എഴുത്തും അതിനെ അറിയില്ലാത്തതുകൊണ്ട് ഈ എൻ്റെ ബ്രദേഴ്സൊക്കെ ഒന്ന് പഠിപ്പിക്കും, പാട്ട് പഠിപ്പിക്കും, കാണാതെ പഠിപ്പിക്കും. അങ്ങനെയാണ് ഞാൻ പാടുന്ന പള്ളിയിൽ. അപ്പം അതൊക്കെ ഒരു സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണ്. അമ്മ പ്രധാനപ്പെട്ട ദിവസമൊക്കെ വീട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും വിഷുവിന് പോലും എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അതിന് വലിയ പ്രത്യേകത അമ്മ തരും. കാരണം എല്ലാവർക്കും പുതിയ വസ്ത്രം, എല്ലാവർക്കും ഓണത്തിന് എല്ലാവർക്കും മസ്റ്റായിട്ട് എടുത്തിരിക്കും, ക്രിസ്മസിന് എല്ലാവർക്കും എടുത്തിരിക്കും വസ്ത്രം. അതുപോലെ തന്നെയാണ് മറ്റ് പെരുന്നാൾ ദിനങ്ങളിലൊക്കെ വസ്ത്രങ്ങളൊക്കെ എടുത്ത്, അതായത് അതൊരു നമ്മൾ ആഘോഷിക്കേണ്ട ഒന്നാണ്. എന്തും നമ്മുടെ മലയാളികൾ അത് ആഘോഷമായിട്ട് എടുക്കേണ്ട ദിനമാണ്. അല്ലെങ്കിൽ അന്നത്തെ ദിവസം വലിയ ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ വേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ നമ്മളെ തിരിച്ചറിയിക്കുന്നതാണ്. കുഞ്ഞാകുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചറിയാൻ വേണ്ടി അമ്മ അന്ന് തലേ ദിവസം തന്നെ അമ്മ ഉറക്കം നിന്ന് ഭക്ഷണം ഉണ്ടാക്കും. അടുക്കളയിൽ അമ്മ എപ്പോഴും ഫുൾ ടൈം ഉറക്കം നിൽക്കുകയും പല പല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ നമ്മളിങ്ങനെ ഉറക്കത്തിലാണെങ്കിൽ അതൊരു ആഘോഷം തന്നെയാണ്, ആഘോഷമായിട്ട് മാറി. പിന്നെയുള്ള ആഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളക്കുകൾ തെളിക്കും, ഈ നക്ഷത്രങ്ങളൊക്കെ ഇട്ട് പലവിധ, അന്നൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളല്ല. എൻ്റെ ബാല്യത്തിൽ ഈ നമ്മൾ തന്നെ തെറ്റിയുണ്ടാക്കുന്ന നക്ഷത്രങ്ങളാണ്. അപ്പം അത് ഒരു 2 ആഴ്ച മുന്നേ തന്നെ ചില വീടുകളിലൊക്കെ വലിയ നക്ഷത്രം കയറും, വലിയ നക്ഷത്രം. അപ്പോൾ ഇതൊക്കെ കാണാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം എങ്ങും പ്രകാശം പരത്തുന്ന ഒരു ദിനം കൂടിയാണ് ക്രിസ്മസിന്. ഒരു പക്ഷേ ഫുള്ള് പ്രകാശമാണ്. കടകളിലാണെങ്കിലും എല്ലാവരും ജാതിമത ഭേദമന്യേ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുക, കടകളെല്ലാം അലങ്കാരമാണ്. ഒരു മത സൗഹാർദ്ദം അവിടെ കാണിക്കുന്നുണ്ട്. ഈ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ഇപ്പം എൻ്റെ ബാല്യം, കൗമാരവും അത് തന്നെ, യൗവനവും അത് തന്നെ, സന്തോഷം നിറഞ്ഞ കാലഘട്ടം. പിന്നെ ഇപ്പോൾ
നമ്മളെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കുറേ എന്ന് പറഞ്ഞാൽ ഈ ബാല്യം പോലെയുള്ള നിഷ്കളങ്കതയിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല, എല്ലാവരെയും ബോധിപ്പിക്കാനുണ്ട്. എന്നാലും സന്തോഷം നിറഞ്ഞതാണ്. കാരണം ഞങ്ങൾ ഒരിക്കലും സ്വന്തമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാറില്ല. ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമായിട്ട് ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. ഞങ്ങൾ ഉടനെ തന്നെ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തലേദിവസം എൻ്റെ വീട്ടിൽ പോകും, അന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ എല്ലാവരും ഉണ്ടാവും, എല്ലാവരും കൂടെയാണ് ആഘോഷിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. അപ്പം അത് സഹോദരങ്ങൾ തമ്മിലുള്ളൊരു കൂട്ടായ്മയും സ്നേഹവും അത് നിലനിർത്തുവാൻ നമ്മൾ ആ ദിവസങ്ങളിൽ നമുക്ക് ആ സന്തോഷം മാറ്റി വയ്ക്കുകയാണ് ഇതിനു വേണ്ടി. അതായത് ഒറ്റപ്പെട്ട ഒരു ക്രിസ്മസോ ഒറ്റപ്പെട്ട ഒരു ഓണമോ മറ്റാഘോഷങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഒറ്റപ്പെട്ടതൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ ആഗ്രഹിക്കണമില്ല. തനിച്ചില്ലെങ്കിൽ ഒന്നും വേണ്ട എന്നുള്ളൊരു മാനസിക ചിന്തയാണ്. എല്ലാവരും കൂടെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത. അതാണ്.